മോർണിംഗ് ആണ്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഗുഡ് മോർണിംഗ് ആണോ എന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിപ്പോൾ വർക്കലയാണ്, വർക്കല ക്ലിഫിലാണ്. ഇവിടെ ഒരു റിസോർട്ടിലാണ്. ഓൾമോസ്റ്റ് എല്ലാവരും വർക്കല വന്നിട്ടുണ്ട്, ഏതെങ്കിലും ഒരു റിസോർട്ടിൽ താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ പുരാവിട റിസോർട്ടിൽ എത്ര പേര് താമസിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. സോ ഞാനിന്ന് ഈ റിസോർട്ടിൻ്റെ മൊത്തം ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഞാനൊരു റിസോർട്ടിലോ അല്ലെങ്കിൽ ഞാൻ എവിടെ ട്രിപ്പിന് പോയാലും ആ പ്ലേസിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് യൂട്യൂബിനകത്ത് എന്തെങ്കിലും വീഡിയോ ഉണ്ടോ, അവിടുത്തെ എനിക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം ഉണ്ടോ, റൂമിലായാലും ഇപ്പം ഞാനിപ്പോൾ എടുക്കുകയാണെങ്കിൽ നല്ല മുറ്റമുള്ളൊരു സ്പേസ് നോക്കിയെടുക്കുള്ളൂ. വസുവിന് ഓടി കളിക്കാനുള്ളൊരു സ്പേസ് ഉണ്ടോ, വസുവിന് വേണ്ട അമ്യൂണിറ്റീസ് ഉണ്ടോ എന്നൊക്കെ ഞാൻ നോക്കും. അതുപോലെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഒരുപാട് വീഡിയോസ് പുരാവിട റിസോർട്ടിനെ പറ്റി കണ്ടില്ല. ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ എന്നെ പോലുള്ളവർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഒരു നല്ലൊരു കംപ്ലീറ്റ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്നാലും എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഇതിൻ്റെ ഡീറ്റെയിൽസ്, റേറ്റ്സ്, ഇവിടുത്തെ വ്യൂസ്, അമ്യൂണിറ്റീസിനെ എല്ലാത്തിനെയും പറ്റിയിട്ട് ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ 3 പേരും പുരാവിട റിസോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വീട്ടിൽ നിന്നും റിസോർട്ടിലെത്താൻ. ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. ഗൂഗിൾ മാപ്പിൽ പുരാവിട റിസോർട്ട് ലൊക്കേഷൻ എക്സാക്റ്റ് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. എൻട്രൻസിൽ നിന്ന് നേരെ പാർക്കിംഗ് ഏരിയയിലേക്കാണ് ഞങ്ങൾ പോയത്. അവിടെ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു കാർ പാർക്കിംഗ് ഏരിയ അവൈലബിൾ ആയിരുന്നു. റിസപ്ഷൻ ഏരിയ, പൂളല്ല, ഒരു ഫൗണ്ടൈൻ ലൈക്ക്. വെൽക്കം. 1 o'clock ആയിരുന്നു ഇവിടുത്തെ ചെക്കിൻ ടൈം. പക്ഷെ നമ്മൾ എത്തിയപ്പോൾ 2:30, 3 o'clock അടുപ്പിച്ചായി. നേരെ റിസപ്ഷനിലേക്കായിരുന്നു ചെന്നത്. അവിടെ സ്റ്റാഫ്സ് എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. റിസപ്ഷനിലെ ബാക്കി പ്രൊസീജിയേഴ്സ് എല്ലാം വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. റിസപ്ഷനിലെത്തി ചെക്കിൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നതിനിടെ അവിടുത്തെ സ്റ്റാഫ്സ് ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് തന്നു. റിസപ്ഷനിലെ പ്രൊസീജിയേഴ്സ് വളരെ ഫാസ്റ്റായിട്ട് കഴിഞ്ഞു. പക്ഷേ വെൽക്കം ഡ്രിങ്ക് ബസ് കുടിച്ച് തീരാൻ പിന്നെയും എടുത്തൊരു 10 മിനിറ്റ്. റിസപ്ഷൻ ഏരിയയിലുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അവർ ചെയ്തു തരും. പിന്നെ ഞാൻ വസുവിന് വേണ്ടിയിട്ട് അടുത്ത് നോക്കിയതാണ് ഈ സ്വിമ്മിംഗ് പൂൾ. അപ്പോൾ ഇവിടെ കിഡ്സ് പൂളും ഉണ്ട്, അഡൽട്ട് പൂളും ഉണ്ട്. അപ്പോൾ വസു ഇന്ന് വരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തതുപോലെ പൂൾ ഏരിയ വസുവിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഡിന്നറിന് മുന്നേ ഉള്ള ഫുൾ ടൈം ഞങ്ങൾ 3 പേരും പൂളിൽ സ്പെൻഡ് ചെയ്തു. ഹായ് അമ്മ. ഹായ്. ഞങ്ങളുടെ റൂം അതാണ്, താഴത്തെയാണ്. ഇതാണ് നമ്മുടെ റൂം. ഈ റൂമിൽ AC, ഫാൻ, TV, കെറ്റിൽ, ഫ്രിഡ്ജ്, കബോർഡ് ഏരിയ, സോഫ, ഒരു ചെറിയ ടേബിൾ, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ അമ്യൂണിറ്റീസും അവൈലബിൾ ആയിരുന്നു. ഇവിടെ മൊത്തത്തിൽ 6 ടൈപ്സ് ഓഫ് റൂംസ് അവൈലബിൾ ആണ്. ഓരോ റൂംസിൻ്റെയും നെയിംസും ടാരിഫും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. സോ ഇതാണ് ഞങ്ങളുടെ റൂം. ഇതാണ് റൂമിൽ നിന്നുള്ളൊരു വ്യൂ. ആക്ച്വലി സീ വ്യൂ റൂം എടുക്കണം എന്ന് നിർബന്ധമില്ല, കാരണം സ്റ്റാൻഡേർഡ് റൂമിൽ നിന്നാലും നമുക്ക് ഈ സീ വ്യൂ അവൈലബിൾ ആണ്. പിന്നെ ഈ മുറ്റം കണ്ടോ, കുഞ്ഞുങ്ങൾക്കെല്ലാം ഓടി നടക്കാൻ പറ്റിയ അത്രയും സ്പേഷ്യസ് ആണ്. കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ 3 പേരും ലോണിൽ നിന്നും ബീച്ചിലേക്ക് പോയി. കാരണം അപ്പോഴേക്ക് സൺസെറ്റായി.
പോയിന്റിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. ആക്ച്വലി ദ ഫുഡ് വാസ് നൈസ്. ഞങ്ങൾ ഇന്നലെ ഈവനിങ് ഡിന്നർ ഇവിടെ നിന്നായിരുന്നു. രാത്രി ക്ലിഫ് സൈഡിലെ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഡിന്നർ കഴിക്കുന്നത് ഇത്രയും വൈബ് പരിപാടിയാണെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. ഫുഡും അത്രയ്ക്ക് നല്ലതാകുമ്പോൾ അത് വേറെ ലെവൽ വൈബാണ്. സൂപ്പ് പൊറോട്ട, അപ്പം, കോളിഫ്ലവർ കറി, ബ്ലൂബെറി മൊജിറ്റോ ഇതെല്ലാം ഓർഡർ ചെയ്ത് കഴിച്ചു. നേരെ റൂമിലേക്ക് പോയി. തിരിച്ച് റൂമിലെത്തേണ്ട താമസം വസു അപ്പം തന്നെ ഉറങ്ങിപ്പോയി. കാരണം ഇന്നവൻ അത്രയ്ക്ക് ഓടിച്ചാടി നടക്കുകയായിരുന്നല്ലോ. ഫസ്റ്റ് ഡേ അത്രയെല്ലാം കാര്യങ്ങൾ തന്നെ വർക്കലയിൽ നടന്നിട്ടുള്ളൂ. ബീച്ചിൽ പോയി, പൂളിൽ പോയി, ഒരുപാട് ഫോട്ടോസ് എടുത്തു. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ അതിൻ്റെ മെമ്മറീസ് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാണും. പക്ഷേ അത് എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുത്ത് വയ്ക്കുക എന്നുള്ളത് എനിക്ക് ഭയങ്കര നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ അതിനൊരു കുറവും വരുത്തിയിട്ടില്ല. ഞങ്ങളുടെ ഈ കുഞ്ഞ് സ്റ്റേക്കേഷൻ്റെ ബാക്കി വിശേഷങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം. നിങ്ങൾക്ക് അറിയേണ്ടിയിരുന്ന എന്തെങ്കിലും കാര്യം ഞാൻ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.